പരിസ്ഥിതി പ്രവർത്തകൻ മാവേലിക്കര തെക്കേക്കര പള്ളിയാവട്ടത്ത് സന്തോഷ് ഭവനത്തിൽ റാഫി രാമനാഥിന് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം. താമരക്കുളം VVHSSലെ ജീവശാസ്ത്ര അധ്യാപകനായ റാഫി വിദ്യാവനം പദ്ധതിയുടെ ഭാഗമായി മിയാവാക്കി മാതൃകയിൽ സ്കൂൾ വളപ്പിൽ നിർമ്മിച്ച ചെറുവനം പരിപാലനം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. സംസ്ഥാന വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മിയാവാക്കി മാതൃകയിൽ സ്ഥാപിച്ച ചെറുവനം സംരക്ഷിച്ച് പരിപാലിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനും മൻ കി ബാത്തിൽ ആദരവ് ലഭിച്ച അധ്യാപകനുമായ റാഫി രാമനാഥിന് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു. താമരക്കുളം VV ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപകനാണ് റാഫി രാമനാഥ്. തന്റെ 102ാമത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാഫി രാമനാഥിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. കുട്ടികളോടൊത്ത് മണ്ണും ജലവും വായുവും സംരക്ഷിക്കാനുള്ള റാഫിയുടെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനം മിയാവാക്കി മാതൃകയിൽ വിദ്യാലയ വളപ്പിൽ സ്ഥാപിച്ച വിദ്യാവനം പദ്ധതിയാണ്. സ്കൂൾ മാനേജ്മെന്റ് അനുവദിച്ച 5 സെന്റ് സ്ഥലത്താണ് റാഫി രാമനാഥിന്റെ നേതൃത്വത്തിൽ 115 ഇനങ്ങളിലായി 460 മരങ്ങൾ നട്ട് നടപ്പാക്കുന്ന വിദ്യാവനം പദ്ധതി. വിദ്യാവനത്തിന് ചുറ്റുവേലി കെട്ടി സംരക്ഷിച്ച് നെയിം ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. QR കോഡ് സ്ഥാപിച്ച് കുട്ടികൾക്ക് സ്കാൻ ചെയ്ത് വൃക്ഷങ്ങളുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 2004 ജോലിയിൽ പ്രവേശിച്ച റാഫി 2009 സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ കോർഡിനേറ്റർ ആയതോടെയാണ് കുട്ടികളുമൊത്ത് പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള സംസ്ഥാന പുരസ്കാരം, വനമിത്ര പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച റാഫി രാമനാഥ് മാവേലിക്കര തെക്കേക്കര സ്വദേശിയാണ്. തെക്കേക്കര പള്ളിയാമ്പട്ടത്ത് സന്തോഷ് ഭവനിൽ രാമനാഥൻ പിള്ളയുടെയും സുഭദ്രാമയുടെയും മകനാണ് റാഫി. ഭാര്യ ശ്രീലക്ഷ്മി, മക്കൾ RS അദ്വൈത്, RS പാർത്ഥിവ്. ജ്യേഷ്ഠ സഹോദരൻ അജയകുമാറിന് ഒപ്പമാണ് ഡൽഹിയിലേക്ക് രാമനാഥ് തിരിച്ചിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.